ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട, അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അവകാശങ്ങളെക്കുറിച്ചും പുനഃപരിശോധന നടത്തേണ്ട, അതിന്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, വിലയിരുത്തേണ്ട സന്ദർഭമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം തൊഴിലിന് നൽകിയ പ്രാധാന്യം, തൊഴിലാളിക്ക് ഇസ്ലാം വകവെച്ചു കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ, ഇതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ തൊഴിൽ അത് ഹലാലായിരിക്കണം. അനധികൃതമായി ഹറാമായ വിധത്തിൽ ഒരു കാരണവശാലും നയാ പൈസ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ വരുമാനത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നത് നമ്മുടെ മതത്തിന്റെ നിയമമാണ്. ഒരാൾ അനധികൃതമായി മറ്റുള്ളവരെ ചതിച്ചും വെട്ടിപ്പ് നടത്തി കൊള്ള നടത്തിയും അതുപോലെ തന്നെ പലിശ വാങ്ങിയും അതുപോലെ ആ രൂപത്തിൽ അനധികൃതമായി ആരെങ്കിലും പണം സമ്പാദിച്ചു, ആ പണം പടച്ചറബ് സ്വീകരിക്കില്ല. ഹറാമായ വരുമാനമാണോ, അവന്റെ ഭക്ഷണവും അവന്റെ പാർപ്പിടവും അവന്റെ മക്കൾക്ക് അവന്റെ ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമായി മാറുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹറാമായ സമ്പാദ്യം പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ ധാരാളം പണം വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിന്റെ അനന്തരഫലം ഇഹലോകത്തും പരലോകത്തും ദാരിദ്ര്യമാണ്, കേടാണ്. അതെ, അത് പരാജയത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടെടുത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പലിശ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ വരുമാനമായി തോന്നിയേക്കാം, പക്ഷേ അത് വരുമാനത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്, ബറക്കത്ത് നശിപ്പിക്കുകയാണ്. നാം കഴിക്കുന്ന ആഹാരം ഹറാമായി തീർന്നാൽ നമ്മുടെ ദുആഇന് ഇജാബത്ത് ലഭിക്കുകയില്ല. എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, എത്ര കണ്ണീരൊലിപ്പിച്ചിട്ടും കാര്യമില്ല, എത്ര പൊട്ടിക്കരഞ്ഞിട്ടും കാര്യമില്ല, അല്ലാഹു ദുആ ഖബൂലാക്കുകയില്ല. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു യാത്രക്കാരൻ, ദീർഘയാത്രക്കാരനാണ്, പൊടി പുരണ്ടിട്ടുണ്ട്, മുടി മുഴുവനും ചടകുത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചറബ്ബേ പടച്ചറബ്ബേ, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി ഹലാലായിരിക്കണം, നമ്മുടെ സമ്പത്ത് ഹലാലായിരിക്കണം, തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം, കൃത്യമായ വേതനം കൊടുക്കണം, പണിയെടുക്കുന്നവർക്ക് അവർ അർഹിക്കുന്ന ശമ്പളം സമയത്ത് കൊടുക്കേണ്ടതുണ്ട്. അതേ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു തൊഴിലാളി ജോലി ചെയ്ത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് അവകാശപ്പെട്ട സാലറി വകവെച്ചു കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു കാരണവശാലും പണിയെടുത്തവർക്ക്, അതേ ജോലി എടുത്തവർക്ക് ഒരു കാരണവശാലും അവർക്ക് അർഹതപ്പെട്ടത് തടയാൻ പാടില്ല, നിഷിദ്ധമാണ്, ഹറാമാണ്, കടുത്ത തെറ്റായി ഇസ്ലാം കാണുകയാണ്. സത്യസന്ധനായ കച്ചവടക്കാരനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? സത്യസന്ധനായ കച്ചവടക്കാരനാണ്, അളവിലും തൂക്കത്തിലും കൃത്യമാണ്, അത് അനധികൃതമായി ഒന്നും സമ്പാദിക്കുന്നില്ല, ഇല്ലാത്ത വിശേഷണങ്ങൾ ചരക്കുകൾക്ക് ഗുഡ്സിന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. സത്യസന്ധനായ കച്ചവടക്കാരനാണോ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ, അതേ നാളെ പാരത്രിക ലോകത്ത് മഹാന്മാരെ അമ്പിയാക്കളുടെ കൂടെയാ, സുദ്ദീഖീങ്ങളുടെ കൂടെയാ, ശുഹദാക്കളുടെ കൂടെയാണെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധനം ഹറാമാണെന്ന് നിങ്ങളൊന്ന് കരുതിക്കോ. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ പള്ളിക്ക് കൊടുത്തിട്ട് കാര്യമില്ല, പാവങ്ങളെ സഹായിച്ചിട്ട് കാര്യമില്ല, എത്ര തന്നെ നിങ്ങൾ ആർക്ക് സംഭാവന കൊടുത്തിട്ടും പടച്ചറബ് സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹ് പരിശുദ്ധനാണ്, നല്ലതു മാത്രമേ പടച്ചറബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ ഹറാമായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അശ്ലീലങ്ങളും ആഭാസങ്ങളും നടക്കുന്നുണ്ട്, ഹറാമായ കച്ചവടം നടക്കുന്നുണ്ട്, അതിലൂടെ കിട്ടുന്ന വരുമാനം ഹറാമാണ്, ആ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന വാടക ഹറാമാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരുപാട് വിഷയമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതേസമയം പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് നാം ആലോചിക്കുകയാണ്, ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരൊറ്റ ചരിത്രം
ചരിത്രം ലളിതമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം, അവർ അർഹിക്കുന്നത് കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടതിലേക്ക് സൂചന നൽകുന്ന ഒരു സംഭവം ലോകത്തിന്റെ നേതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാളുകൾ അതേ യാത്ര പോവുകയാണ്. വഴിയോരങ്ങൾ കാടും മേടും താണ്ടിക്കടന്ന് ഇവിടെ യാത്ര മരുഭൂമികൾ താണ്ടിക്കടന്ന് കാട്ടിലൂടെയുള്ള യാത്രയാണ്. രാത്രി സമയമാവുകയാണ്, വലിയ മഴ പെയ്യുകയാണ്. ആ സമയത്ത് തൽക്കാലം അഭയം പ്രാപിക്കാൻ വേണ്ടി അവർ മൂന്ന് പേരും ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാ പെട്ടെന്ന് തന്നെ മറ്റൊരു മലയുടെ മുകളിൽ നിന്ന് വലിയൊരു പാറ ഉരുണ്ട് വന്നിട്ട് ഇവർ താമസിക്കുന്ന ഗുഹ അടഞ്ഞു പോകുന്നു. ഇവരുടെ ഗുഹ അങ്ങോട്ട് അടഞ്ഞു. വലിയ പാറ വന്നിട്ട് ഇവരുടെ ഗുഹാമുഖം അങ്ങ് മൂടിക്കളഞ്ഞു. മൂന്ന് പേര് ഗുഹക്കകത്താനുള്ളത്. പഴയ കാലമാണ്, മുത്തുനബി പഠിപ്പിച്ച ചരിത്രമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൾക്ക് മുമ്പേ നടന്ന ചരിത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലാൻഡ് ഫോണല്ല, ഒരു ഫോണും ഇല്ല, വീഡിയോ കോളില്ല, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇല്ല, കത്തഴിക്കാനും പറ്റൂല. ഏതോ മലയുടെ മുകളിൽ മൂന്നാള് ഗുഹക്കുള്ളിൽ പെട്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? ഒന്നും ചെയ്യാല്ല. ഒരു പക്ഷെ അവിടെ കടന്ന് പട്ടിണി കടന്ന് ജീവൻ പോകേണ്ടി വരും. മറ്റ് രക്ഷപ്പെടാനുള്ള ഭൗതികമായ ഒരു സാഹചര്യമില്ല. ഒരാളും ആ വഴിയിലൂടെ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്തു ചെയ്യും? എല്ലാ മാർഗങ്ങളും അടഞ്ഞു. രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അവസാനം മൂന്ന് പേർ തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്ത അമാലിനെ മുൻനിർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. രണ്ടുപേര് പ്രാർത്ഥിച്ചു. അത് ഞാൻ ഇപ്പൊ വിശദീകരിച്ചാൽ നമ്മുടെ വാല് നീണ്ടുപോകും, പ്രഭാഷണം നീണ്ടുപോകും. അതിലൊരാൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, എന്റെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരൻ വന്നു, ഒരു കൂലിപ്പണിക്കാരൻ വന്നു, ജോലി ചെയ്തു, വൈകുന്നേരം ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ കൂലി കൊടുത്തപ്പോ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യാതെ അത് വാങ്ങാതെ അങ്ങ് പോയി. വർഷങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അർഹതപ്പെട്ട ആ വേതനം അതുപയോഗിച്ച് ആട് വാങ്ങി. പിന്നെ ആടുകൾ പെറ്റുപെരുകി, അങ്ങനെ പശുക്കളായി, അത് പെറ്റുപെരുകി. അതിൽ നിന്ന് വീണ്ടും വാങ്ങി ഒട്ടകങ്ങളായി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അന്ന് വാങ്ങാതെ പോയ വേതനം ഒരു താഴ്വര നിറയെ ഒട്ടകങ്ങളും പശുക്കളും ആട് ഒട്ടകങ്ങളാൽ സമ്പന്നമായി. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ തൊഴിലാളി വന്നിട്ട് ചോദിച്ചു, എന്റെ വേതനം എന്താ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഈ കാണുന്ന താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുന്ന ആട് ഒട്ടകങ്ങളൊക്കെ നിന്റേതാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നെ പരിഹസിക്കരുത് കേട്ടോ, എന്റെ കുഞ്ഞാപ്പോക്ക, ഒരു വേതനം ചോദിച്ചു, ഇതൊക്കെ നിങ്ങളുടെതാണ്. അല്ല മോനെ, ഇതൊക്കെ നിന്റേതാണ്, ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തൊഴിലാളി ആ താഴ്വരയിൽ നിറഞ്ഞു നിന്ന മുഴുവൻ ഒട്ടകങ്ങളും മുഴുവനും തൊടിച്ചു കൊണ്ടുപോയി. ഒന്നുപോലും ബാക്കി വെച്ചില്ല. ഇത് എത്ര കാലം നിങ്ങൾ പോറ്റതല്ലേ, ഒരു ആടിനെ പിടിച്ചോളി, ഒരു 10 ഒട്ടക ഞങ്ങളെ വക എന്ന് പോലും പറയാതെ മുഴുവൻ ഒട്ടകങ്ങളെയും അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പടച്ച റബ്ബേ, അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. അനീതിയായി ഒന്നുപോലും ഞാൻ പിടിച്ചു വെച്ചില്ല, ഞാൻ മറച്ചു വെച്ചതുമില്ല. സത്യസന്ധതയോടെ ഞാൻ അദ്ദേഹത്തോട് പെരുമാറി. ഞാൻ ഈ ചെയ്തത് നിന്റെ വജ് ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഗുഹാമുഖത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ ആ പാറ അല്പമങ്ങ് നീങ്ങിയെന്നാണ്. മറ്റു രണ്ടുപേരും കൂടി അവർ ചെയ്ത ആത്മാർത്ഥമായ അമാലുകൾ മുൻനിർത്തി സ്വാലിഹായ അമരൻ തവസ്സുൽ ചെയ്ത് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായി ആ ഗുഹാമുഖത്തിൽ നിന്ന് ആ വലിയ ഭീകരമായ പാറ നീങ്ങി. 3 പേർ രക്ഷപ്പെട്ട സംഭവം സ്വഹീഹായ ഹദീസിൽ, റിയാദുസ് സ്വാലിഹീൻ അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളിൽ മുഹദ്ദിസീങ്ങൾ കൊണ്ടുവരുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് തൊഴിലാളിക്ക് അർഹമായ വേതനം വേണ്ട സമയത്ത് കൊടുക്കണം. ഒരിക്കലും ചതിയോ വെട്ടിപ്പോ അനധികൃതമായ ഒരു നിലക്കുള്ള ഇടപാടുകൾ നടത്താതെ തീർത്തും സത്യസന്ധതയോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ വിൽപ്പനയിലും നമ്മുടെ വാങ്ങലിലും മറ്റെല്ലാ ഇടപാടിലും സത്യസന്ധതയോടെ, ചതിയില്ലാതെ, അതുപോലെ തന്നെ വഞ്ചനയില്ലാതെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം അല്ലാഹു തആല ഹലാലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.